Hi friends, welcome back to Film Orchard. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒടിയൻ എന്ന മൂവിയുടെ രണ്ട് ടീസേഴ്സ് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഈ രണ്ട് ടീസേഴ്സിലും അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സസ്പെൻസ് എലമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാർ മേനോനാണ്. ലാലേട്ടൻ ഒരുപാട് വർക്കൗട്ട്സ്, ഒരുപാട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെറ്റപ്പിലെത്തുന്ന ഒരു മൂവിയാണ് ഒടിയൻ എന്ന് പറയുന്നത്. മഞ്ജു വാര്യർ ആൻഡ് പ്രകാശ് രാജ് ഇവർ ഭയങ്കര പ്രാധാന്യമുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവർ 3 ഗെറ്റപ്സിലെത്തുന്നുണ്ട്. മഞ്ജു വാര്യരുടെ ആണെങ്കിലും ഒരു 20s, 30, 35, ഒരു 50, ആ 3 പ്രായത്തിലുള്ള കാലഘട്ടം കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഒടിയൻ എന്ന് പറയുന്ന മൂവി ആ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ഒരു മൂവിയാണ്. ഒടിയൻ മാണിക്യനിൽ ഫോക്കസ് ചെയ്ത ഒരു ഫാൻറ്റസി ത്രില്ലറാണ് അവർ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടീസേഴ്സ് പുറത്തിറങ്ങിയെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തമാശയ്ക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് രണ്ട് ടീസേഴ്സിലും അവരെന്താണ് കാണിച്ചത്. ഫസ്റ്റ് ടീസറിൽ ലാലേട്ടൻ അങ്ങോട്ട് പോകുന്നു, സെക്കൻഡ് ടീസറിൽ ലാലേട്ടൻ ഇങ്ങോട്ട് വരുന്നു. ഇതിലെന്താണ് അവർ ഉദ്ദേശിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഒരുപാട് എലമെൻറ്റ്സ് അവർ ഈ രണ്ട് ടീസേഴ്സിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടീസറിൽ ലാലേട്ടൻ നമുക്കൊരു ബാക്ക് വ്യൂ ആണ് ലഭിക്കുന്നത്. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു സൈക്കിൾ ചവിട്ടി ഒരാൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ, അതായത് ഒടിയൻ മാണിക്കനെ കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ച് സൈക്കിൾ നിർത്തി അവിടെ മാറി നിന്ന് ഭീതിയിലൂടെ നോക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇത് ബ്ലറായിട്ടാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും ഒടിയൻ മാണിക്യൻ എന്ന ആ ഒരു മനുഷ്യനെ അവിടെ ഉള്ളവർക്ക് ഭയമാണ്. അദ്ദേഹം ഒരു മന്ത്രവാദിയാണ്, അങ്ങനെ ഒരു പേടി അവർക്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ചെറിയ സീനാണ് നമുക്ക് ആ ഫസ്റ്റ് ടീസറിലൂടെ കാണിച്ചു തന്നത്. സെക്കൻഡ് ടീസറിൽ ലാലേട്ടൻ ഭയങ്കര മാസമായിട്ട് നമ്മുടെ നേരെ നടന്നു വരികയാണ്. അപ്പോൾ അതിലവർ ഈ സീൻസിലല്ല പ്രത്യേകിച്ച് പറയുന്നത്. അവർ നമുക്ക് പറയുന്നുണ്ട്, ഞാൻ എത്തുന്നു 7 മണി 9 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ടീസറിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് ഈ 709 എന്ന നമ്പറാണ്. 709 എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ്. അപ്പോൾ ഇതിലെ 7, 0, 9 3 നമ്പറുകൾക്കും 3 അർത്ഥമാണുള്ളത്. 7 എന്ന് പറയുന്ന നമ്പർ ആത്മീയമായ ഉണർവിനെയും വികാരങ്ങളെയും മാന്ത്രികമായ കഴിവുകളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. 0 എന്ന് പറയുന്ന നമ്പർ അതൊരു വട്ടമാണ്, അതായത് ഒരു ഇൻഫിനിറ്റിയാണ്, ലൂപ്പാണ്, ആദ്യവുമില്ല അവസാനവുമില്ല, അങ്ങനെ ഒരു അർത്ഥങ്ങൾ തരുന്ന ഒരു നമ്പറാണ് 0 എന്ന് പറയുന്നത്. 9 എന്ന് പറയുന്നതും ഒരു സ്പിരിച്വൽ കഴിവുകൾ, ഒരു അവസാനത്തെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് 9 എന്ന് പറയുന്നത്. അതായത് അവസാനം എന്ന് വെച്ചാൽ പുതിയ തുടക്കങ്ങൾക്കായുള്ള ഇപ്പോഴത്തെ ഒരു അവസാനത്തെയാണ് 9 എന്ന നമ്പർ പറയുന്നത്. അപ്പോൾ 709 എന്ന നമ്പറിൻ്റെ നമ്മൾ ഏഞ്ചൽ നമ്പറിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു മാന്ത്രികമായ കഴിവുകളും ആ ഒരു ആത്മീകമായ ഉണർവും ഒക്കെ പറയുന്ന ഒരു അവസാനമാണ്. അതായത് പുതിയ തുടക്കങ്ങളിലേക്കുള്ള ഒരു അവസാനത്തെയാണ് 709 എന്ന നമ്പർ പറയുന്നത്. പിന്നെ ഇതിനൊരു ഫൺ ഫാക്റ്റ് ഉണ്ട്. അതായത് 7 + 0 + 9 എന്ന് പറയുന്നത് 16 = 7. അതായത് 7ലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് 709 എന്ന് പറയുന്ന നമ്പർ. പിന്നീട് പറയാനുള്ളത്, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിച്ചതാണ്. 9 മിനിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളൊരു നമ്പറാണ് ഞാൻ വായിച്ചിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയില്ല. 7 മണി, അതായത് 7th അവർ. 7th അവർ എന്ന് പറയുന്നത് സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാൻറ്റസി ഒരു ഫിക്ഷൻ്റെ കഥ പറയുമ്പോഴാണ് 7th അവർ എന്നുള്ള ഒരു പ്രയോഗം കൂടുതലും അർത്ഥമാവുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് കൂടി രണ്ട് ടീസേഴ്സിലും അവർ കാണിച്ചു തരുന്നുണ്ട്. ഒരു പുകപടലങ്ങളാന്ന് പറഞ്ഞൊരു കരിയിലെ കാറ്റുണ്ട്. അതായത് ടീസർ തുടങ്ങുമ്പോഴും ഒരു ലൈറ്റ് ആയിട്ടുള്ള കാറ്റുണ്ട്. ലാലേട്ടൻ്റെ ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞിട്ട് ടൈറ്റിൽ കാർഡിലേക്ക് എക്സിറ്റ് ചെയ്യുന്നത് ഈ കരിയിലെ കാറ്റ് വന്ന് മൂടിയിട്ടാണ് രണ്ടാമത് ക്യാരക്ടറിലേക്ക് വരുന്നത്. പിന്നെ ഒരു പോത്തിന്റെ ഇതും ടീസറിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ലാലേട്ടൻ്റെ ക്യാരക്ടർ പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് ചിലപ്പോൾ കരിയിലൊക്കെ ആ ഒരു കാറ്റ് കാണിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അതിന് എന്തായാലും ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. പക്ഷേ കരിയിലക്കാറ്റിന്റെ മൂവിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് രണ്ട് ടീസറിലും ഇത് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടീസർ കണ്ടപ്പോൾ തന്നെ FDFS ലോക്ക്ഡ് ആണ്. അപ്പോൾ സെക്കൻഡ് ടീസറിനും ഫസ്റ്റ് ടീസറിനും അവർ നമുക്ക് പ്രോമിസ് തരുകയാണ് ഇതൊരു ഫാൻറ്റസി ഫിക്ഷൻ ത്രില്ലറാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ലെവൽ മൂവി നമുക്ക് കിട്ടുന്നതായിരിക്കും തന്നെ പറയാം. കാരണം ഇതിന് VFX ചെയ്തിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നിങ് അജയ് ദേവ്ഗണിൻ്റെ സ്റ്റുഡിയോ ആയ 9 VFX വാലയാണ്. അപ്പം ഭയങ്കര നല്ല VFX ഒക്കെ ആയിരിക്കും. അപ്പോൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. അദ്ദേഹത്തിൻ്റെ മലയാളം ഡെബ്യൂ ആണ് ഈ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ടെക്നിക്കലി വിഷ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ രണ്ട് ടീസേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.